ഹലോ എവരിവൺ, ഞങ്ങളുടെ ഒരു ഫൈനൽ ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് തീർന്ന ഒരു സൈറ്റിൽ ചെയ്തിരിക്കുന്ന കുറച്ച് വർക്കുകൾ ഞാൻ കാണിച്ചു തരാം. നല്ല അത്യാവശ്യം ഒരു വൃത്തിയായിട്ടുണ്ടാവും വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറയുന്ന ഒരു ചെറിയ വീഡിയോയിലും നിങ്ങൾ പണിയുന്ന പുതിയ വീട്ടിലേക്ക് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഇതൊരു ഒരു SFS ഹവേലി എന്ന് പറഞ്ഞ ഫ്ലാറ്റാണ്. എറണാകുളത്തുള്ള ഫ്ലാറ്റാണ്, വെണ്ണലയിലുള്ളത്. ഈ ഫ്ലാറ്റ് കുറച്ച് വ്യത്യസ്തമായ ഫ്ലാറ്റാണ്. കാരണം ഒരുപാട് ഗ്രീൻ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുറത്തുനിന്ന് എക്സ്റ്റീരിയർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഹാങ്ങിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് മൊത്തത്തിൽ ഒരുപാടുണ്ട്. അതായത് ഫുൾ ഫ്ലാറ്റ് മേലേന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഗ്രീനറിയാണ്. അതുകൂടാണ്ട് എല്ലാ ഫൊയറിലും അവർ ആർട്ടിഫിഷ്യൽ അല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഏരിയ കംപ്ലീറ്റ്ലി നമുക്കിവിടെ എത്തിക്കഴിയുമ്പോൾ തന്നെ ശരിക്കും ഇതൊരു കോൺക്രീറ്റ് ബിൽഡിങ് തന്നെയാണോ എന്ന് നമുക്ക് ഡൗട്ട് വരുന്ന രീതിയിൽ അത്രയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ പറയാം, ഇനി നമ്മളിതിനകത്ത് ചെയ്തിരിക്കുന്ന വർക്കിലേക്ക് വരാം. അപ്പോൾ ഈ കയറി വരുമ്പോൾ തന്നെ ഇവർക്ക് ഒരു ഫൊയർ ഏരിയ എന്നോ അങ്ങനെ എന്താ പറയാമെന്നറിയില്ല, ഒരു ചെറിയ ഒരു ഇൻറ്റേർണൽ സ്വിങ്ങും ആടാൻ വേണ്ടിയൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയയും എല്ലാം കൂടി കൊടുത്തേക്കും. ഒരു വീട്ടിലേക്ക് മെയിൻ ഡോർ തുറന്ന് കയറി വരുമ്പോൾ തന്നെ ഇതാണ് വരിക. ശേഷം അവരിവിടെ ഇൻ ദ മെമ്മറി ഓഫ് അല്ലാഹ് ദ മോസ്റ്റ് ഗ്രേഷ്യസ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് റിലേറ്റഡ് ആയിട്ടൊരു സാധനം ചെയ്യുന്നുണ്ട്. ഇത് നമ്മളാണ് ചെയ്തത്. നമ്മൾ അക്രിലിക്കിൽ ഇങ്ങനെ എഴുതി അവർ പറഞ്ഞ അതേ കണ്ടൻറ്റ് എഴുതിയിട്ട് ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫർണിച്ചറുകളെല്ലാം ഒരു മീഡിയം ബജറ്റ് വരുന്ന ഫർണിച്ചറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കർട്ടൻ ആണെങ്കിലും ഒരു മീഡിയം ബജറ്റിൽ വരുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ ഫൈനൽ ഔട്ട് വരിക ഇങ്ങനെയാണ്. ഒരു മെയിൻ ലിവിങ് ഏരിയ അവർ കുറച്ച് ഏരിയാസ് എല്ലാം റഗ് കൊടുക്കുന്നതിന് പകരം ടൈല് തന്നെ വെച്ചിട്ട് അവർ ഏരിയാസ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. കേട്ടോ, ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്, പിന്നെ ഇത്, പിന്നെ അവിടെ അതേ ടൈല് തന്നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് വാഷ് ബേസിൻ്റെ ബാക്കിലുള്ള ടൈലും കൊടുത്തേക്കുന്നത്. മെയിനായിട്ട് വന്നേക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു അറൗണ്ട് 4 ഫീറ്റ് അടുത്ത് വരുന്ന ഒരു ഡൈനിങ് ടേബിളാണ്. 8 സീറ്ററാണ് ആക്ച്വലി. 6 സീറ്ററും പിന്നെ 2 സിംഗിൾ സീറ്റ് വെച്ചിട്ട് ഇപ്പുറത്തായിട്ട് ഓടുന്നത്. ഏകദേശം ഇങ്ങനത്തെ ഒരു ചെയർ ചെയ്യാനായിട്ട് ഒരു 10,000 റുപ്പീസിനടുത്താണ് കോസ്റ്റ് വരിക. ഇനി ഇവിടെ ഇതൊരു ഇസ്ലാമിക് ഹോം ആയതുകൊണ്ട് ഒരു ഇസ്ലാമിക് ആയിട്ടുള്ള വാൾ ഡെക്കോർ ചെയ്തിട്ടുണ്ട്. ഇത് ആയത്തുൽ കുർസിയാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. അറൗണ്ട് 65 സെൻറ്റിമീറ്റർ വിഡ്ത്തും ഇതിൽ വരുന്ന രീതിയിലുള്ള ഒരു ആയത്തുൽ കുർസിയാണ്. അറൗണ്ട് 14,000 റുപ്പീസാണ് ഇതിന് കോസ്റ്റ് വരിക. ഇത് ഞങ്ങൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കർട്ടൻ ചെയ്തിരിക്കുന്നത് ഇവിടെ വീടിൻ്റെ വാളിനോടൊക്കെ ഏകദേശം മാച്ച് ചെയ്ത് പോകുന്ന, ഒരുപാട് എടുത്ത് നിൽക്കാത്ത രീതിയിലുള്ള മിനിമലിസ്റ്റിക് ആയിട്ടുള്ളതാണ് ചെയ്തേക്കുന്നത്. ഡബിൾ ലെയറിലാണ് ചെയ്തേക്കുന്നത്. ഏറ്റവും ഔട്ടറിൽ വന്നേക്കുന്നത് ചെറിയ ഗ്ലോസി ഫിനിഷിലുള്ള മെറ്റീരിയലാണ്. അതിൻ്റെ ട്രാക്ക് ആണെന്നുണ്ടെങ്കിൽ റിപ്പിൾ കർട്ടൻ, ഇങ്ങനെ കറക്റ്റ് വേവി ആയിട്ട് പോകുന്ന റിപ്പിൾ കർട്ടൻ കൊടുത്തിട്ടുണ്ട്. ഇൻസൈഡ് ഷിയർ ചെയ്തിരിക്കുന്നതും ഏകദേശം ഇതിൻ്റെ കളറിനോട് ബീജ് കളറിൽ തന്നെ മാച്ച് ചെയ്തിട്ടുള്ള ഇൻസൈഡ് ഷിയർ കർട്ടനാണ് കൊടുത്തിരിക്കുന്നത്. ഷിയർ കർട്ടൻ പ്ലീറ്റഡ് സ്റ്റൈലിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 റിപ്ലൈ ഒരുപാട് സ്പേസ് പോകും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. പക്ഷേ ഇങ്ങനെയാണ് മിക്ക വീടുകളിലും ചെയ്യുന്നത്. പൊതുവേ എല്ലാ സ്ഥലത്തും ബാൽക്കണിയുടെ AC ഇവിടെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവർ ഇവിടത്തേക്ക് മാറ്റി AC ഫിറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് ഇവിടെ ഫുൾ ഹൈറ്റിൽ തന്നെ നമുക്ക് കർട്ടൻസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതാണ് ഇവിടെ കർട്ടൻസിൻ്റെ കാര്യത്തിലും ഫർണിച്ചറിൻ്റെ കാര്യത്തിലും വന്നിരിക്കുന്നത്. റോമൻ ബ്ലൈൻഡ്സ് ആണ് റൂമിൽ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ കർട്ടൻസ് ഇല്ലാത്ത റൂമുകളിലൊക്കെ ഇവിടെ വരികയാണെങ്കിൽ ഏകദേശം ഏതാണോ അവർ കോട്ടിന് ചെയ്തേക്കുന്നത് അതേ കളർ തീമിൽ തന്നെ കർട്ടനും റോമൻ ബ്ലൈൻഡും വന്നിട്ടുണ്ട്. അതേ സിമിലർ തീമിൽ തന്നെ വാർഡ്രോബും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ഇൻറ്റീരിയേഴ്സും പിന്നെ ഫർണിച്ചറും അങ്ങനെ ഒരുപാട് ടീമുകൾ ഒന്നിച്ച് എഫേർട്ട് എടുത്ത് ചെയ്താണ്. പക്ഷേ ഞങ്ങൾ ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഉള്ളതുകൊണ്ട് എല്ലാം കൂടി ചേർത്ത് വീഡിയോയിൽ കാണാനും. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.